ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ഹോട്ടായിട്ട് നിൽക്കുന്ന സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു വ്യക്തിയാണ് മിസ്റ്റർ അനിൽ ബാലചന്ദ്രൻ. അദ്ദേഹം കോഴിക്കോട് പോയി അവിടുത്തെ ബിസിനസ്സുകാരെ തെണ്ടികൾ എന്ന് വിളിച്ചുവെന്നും അദ്ദേഹത്തെ അവർ തടഞ്ഞു വെച്ച് അതിനുശേഷം കുറേ ശേഷം ക്ഷമാപണം ചെയ്യാൻ പറഞ്ഞു, അതിനുശേഷം മോചിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ. അപ്പോൾ അദ്ദേഹം ബിസിനസ്സുകാരെ തെണ്ടികൾ എന്ന് വിളിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന സബ്ജക്റ്റ്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒത്തിരി എതിരഭിപ്രായങ്ങളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കുറേ അഭിപ്രായങ്ങളും നമ്മൾ കണ്ടു. എന്നാൽ ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് 100% യോജിക്കുന്നു. കാരണം ബിസിനസ്സിൽ കടം കൊടുത്താൽ തീർച്ചയായിട്ടും ബിസിനസ്സുകാർ തെണ്ടികളായിട്ട് മാറും. ഞാനിത് പറയാനുള്ള പ്രധാന കാരണം, ഏകദേശം 15 വർഷമായിട്ട് സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഗൾഫിലും ഇന്ത്യയിലും അതുപോലെ പല രാജ്യങ്ങളിലും ഞാനിപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കണ്ട ഒരു പ്രധാന കാര്യം, പ്രത്യേകിച്ച് ഗൾഫിലെ കാര്യം പറയുകയാണെങ്കിൽ മിക്കവാറും എല്ലാ കമ്പനികളും 30 ഡേയ്സ് ക്രെഡിറ്റ്, 60 ഡേയ്സ് ക്രെഡിറ്റ്, 90 ഡേയ്സ് ക്രെഡിറ്റ് ഇങ്ങനെ കൊടുത്താലേ സാധനം വാങ്ങാൻ ആളുണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ബിസിനസ് ടു ബിസിനസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടു കോർപ്പറേറ്റ് ആകുമ്പോൾ. ഇൻഡിവിജ്വൽ റീറ്റെയിൽ സെയിൽസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സെയിൽസ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ സാധനം വിറ്റ് കഴിഞ്ഞ് പേയ്മെൻറ്റ് ഫോളോ അപ്പിന് വേണ്ടി നമ്മൾ അവരുടെ പുറകെ നടക്കണം. 30 ഡേയ്സ് എന്നുള്ളവർ 180 ഡേയ്സ് കഴിഞ്ഞാലേ പേയ്മെൻറ്റ് തരുള്ളൂ. 180 ഡേയ്സ് എന്നുള്ളവർ 360 ഡേയ്സ് കഴിഞ്ഞാലേ പേയ്മെൻറ്റ് തരുള്ളൂ. ഇതൊന്നും കഴിഞ്ഞും പേയ്മെൻറ്റ് തരാത്തവർ ഒത്തിരി ആളുകളുണ്ട്. അതുമാത്രമല്ല, അവരുടെ പേയ്മെൻറ്റ് ഫോളോ അപ്പിന് വേണ്ടി നമ്മൾ പുതിയ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യണം. അവർക്കുള്ള സാലറി, അവർക്കുള്ള ചിലവ്, അത് കഴിഞ്ഞ് അയക്കുന്ന 100 കണക്കിന് മെയിലുകൾ, ഫോൺ കോളുകൾ, അവരുടെ ഓഫീസിൽ പോയിരുന്ന് കളയുന്ന സമയം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളെ അവർ തെണ്ടികളാക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അനിൽ ബാലചന്ദ്രൻ പറഞ്ഞത് 100% ശരിയാണ്. ഇനി ക്രെഡിറ്റ് കൊടുക്കാതെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ഞങ്ങൾ ആക്ച്വലി സെൻട്രലൈസ്ഡ് എ സിയുടെ പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കോമ്പറ്റീറ്റർ കമ്പനിയായ ഒരു വ്യക്തി, ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ നടത്തിയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനി, അദ്ദേഹം ആർക്കും ക്രെഡിറ്റ് കൊടുക്കില്ല എന്നും പറഞ്ഞ് അദ്ദേഹത്തിന് സെയിൽസ് ഇല്ലാതെയൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം ആനുവൽ ക്ലോസിങ്ങിൻ്റെ സമയത്ത് പുള്ളിക്ക് വരാനുള്ള പൈസ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് വളരെ കുറവാണ്, അല്ലെങ്കിൽ 0 ആണെന്ന് പറയാം. പക്ഷേ ഞങ്ങളുടെ കമ്പനി ചെയ്യുന്നതിനേക്കാളും ബിസിനസ് അയാൾ ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ബിസിനസ് അയാൾ ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾക്ക് ഒറ്റ പോളിസിയേ ഉള്ളൂ: 50% അഡ്വാൻസ്, ബാലൻസ് ഓൺ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. അല്ലാതെ 30 ഡേയ്സ് ക്രെഡിറ്റ്, 90 ഡേയ്സ് ക്രെഡിറ്റ്, 120 ഡേയ്സ് ക്രെഡിറ്റ്, ഇങ്ങനെ ഒരു പരിപാടി ആ പുള്ളിക്കില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു: ഏറ്റെടുക്കുന്ന വർക്ക് ഹൈ ക്വാളിറ്റിയിൽ ചെയ്ത് അത് കമ്മീഷൻ ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യും. അതിലെന്തേലും ഡിലേ വരികയോ എന്തേലും മിസ്റ്റേക്ക് വരികയോ ചെയ്താൽ സ്വന്തം ഉത്തരവാദിത്വത്തിൽ അത് ചെയ്തു തീർക്കും. പക്ഷേ പുള്ളി കമാൻഡിങ് ആണ്. എൻ്റെ ടൈം ഇതാണ്, വേണമെങ്കിൽ മതി. മിക്കവാറും എല്ലാ ഗവൺമെൻറ് പ്രൊജക്റ്റുകളും ചെയ്തിരുന്നത് ആ കമ്പനിയാണ്. അതുകൊണ്ട് കടം കൊടുത്ത് അവരുടെ പുറകെ വർഷങ്ങളോളം തെണ്ടുന്നതിനേക്കാളും നല്ലത് പല സാഹചര്യങ്ങളിലും കടം കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മളെ തെണ്ടികളാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി കുറേ പേര് പറയുന്നത് കേട്ട് കസ്റ്റമറാണ് കിങ്, കസ്റ്റമർ അങ്ങനെ ഇങ്ങനെ ഒന്നുമല്ല. ഞാനൊരു ഉദാഹരണം പറയട്ടെ. കസ്റ്റമർ കിങ് ആണെങ്കിൽ ബിസിനസ്സുകാർ ഉറപ്പായിട്ടും എംപറർ ആയിരിക്കണം. ചക്രവർത്തി കേട്ടിട്ടില്ല? അശോക ചക്രവർത്തിയും അക്ബർ ചക്രവർത്തിയൊക്കെ, അവരുടെ കീഴിൽ കുറേ കിങ്ങുമാരുണ്ടായിരുന്നു. കുറേ കിങ്ങുമാരും കിങ്ങിണിമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ചക്രവർത്തിയായിരുന്നു. നിങ്ങൾ ഇപ്പം ഏറ്റവും വലിയ കമ്പനിയായ മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, അതുപോലെയുള്ള മെറ്റ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ലുലു, അല്ലെങ്കിൽ നാട്ടിലുള്ള എന്തേരം കമ്പനികൾ, അദാനി, അംബാനി, ഇവരുടെയൊക്കെ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അവരതിൽ എഴുതിയിട്ടുണ്ടാവും ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നമ്മൾ കസ്റ്റമർ അവരോടല്ല ടേംസ് ആൻഡ് കണ്ടീഷൻ പറയുന്നത്, അവർ നമ്മളോട് പറയും ടേംസ് ആൻഡ് കണ്ടീഷൻ. ഇതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ. പറ്റുമെങ്കിൽ സാധനം മേടിച്ചാൽ മതി. നിങ്ങൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഐ എഗ്രി എന്ന് ടിക്കിട്ടാൽ മാത്രമേ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ബാങ്കുകൾ നമ്മളോടാണോ എന്താ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് ചോദിക്കുന്നത്? അല്ല, ബാങ്കുകൾ നമ്മളോട് പറയും ഇതാണ് ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, പറ്റുമെങ്കിൽ ലോൺ തരും. ഇതുപോലെ വണ്ടി മേടിക്കുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ കമ്പനികൾ പറയും. അതുകൊണ്ട് കസ്റ്റമറാണ് കിങ് എന്ന് നമ്മൾ MBA പഠിക്കുന്ന ആ ഒരു സംഭവം അത് വെറുതെ പറയലും മാത്രമേ ഉള്ളൂ. ഇൻ റിയാലിറ്റി കമ്പനികളാണ് എംപറർ. നമ്മൾ കിങ് ആയിരിക്കും, ബട്ട് കമ്പനികളാണ് എംപറർ. ആ കാര്യത്തിൽ അനിൽ ബാലചന്ദ്രൻ പറഞ്ഞ കാര്യം 100% ശരിയാണ്. ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് തെറി വിളിക്കാം, തെറി വിളിക്കാതിരിക്കാം, അത് നിങ്ങളുടെ സാഹചര്യം.
പക്ഷേ അദ്ദേഹം വെറുതെ തെണ്ടികൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തെ പോലെ പഠിപ്പിക്കാൻ ആളൊന്നുമല്ല, മോട്ടിവേഷണൽ സ്പീക്കറൊന്നുമല്ല. എങ്കിൽ പോലും ആ ഉപയോഗിച്ച പദം അർത്ഥത്തിൽ അത് ശരിയാണ്. പക്ഷേ ഉപയോഗിച്ച സാഹചര്യം അല്ലെങ്കിൽ ഉപയോഗിച്ച രീതി മാത്രം കുറച്ച് മയപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. അനിൽ ബാലചന്ദ്രൻ അത് കഴിഞ്ഞ് ചെയ്തത് കണ്ടോ? അദ്ദേഹം മാളത്തിൽ ഒളിച്ചിരിക്കുകയൊന്നും അല്ല ചെയ്തത്. അദ്ദേഹം വീണ്ടും വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നു. വാർത്തക്കാരത് വീണ്ടും വീണ്ടും എടുത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. കോടികൾ കൊടുത്താൽ ഈ പറയുന്ന മലയാള ചാനലിലൊക്കെ വാർത്ത കൊടുക്കാൻ പറ്റുമോ? ഏഷ്യാനെറ്റ് ആയാലും റിപ്പോർട്ടർ ആയാലും കൈരളി ആയാലും മാധ്യമമായാലും അതുപോലെ 24 ന്യൂസ് ആണെങ്കിലും മീഡിയ വൺ ആണെങ്കിലും എല്ലാവരുടെയും ഇപ്പോൾ പ്രധാന ഹോട്ട് ടോപ്പിക് എന്താണ്? അനിൽ ബാലചന്ദ്രൻ. ഇപ്പം മലയാളികളിൽ അദ്ദേഹത്തെ അറിയാത്തത് ആരും ഉണ്ടാവില്ല. എന്ത് ഈസി ആയിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും അറിഞ്ഞത്. അതെ, നെഗറ്റീവ് പബ്ലിസിറ്റി ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. നെഗറ്റീവ് ഒരു ദിവസം പോസിറ്റീവായിട്ട് മാറും, പോസിറ്റീവ് നെഗറ്റീവായിട്ട് മാറാം. പക്ഷേ എവിടെ 5 പൈസ മുടക്കാതെ അത് 4 ലക്ഷം രൂപ ഇങ്ങോട്ട് മേടിച്ച് എല്ലാവരും അദ്ദേഹത്തിൻ്റെ പരസ്യം കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് മാർക്കറ്റിംഗ്. അപ്പോൾ സെയിൽസിൽ തെണ്ടികളാകും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. വിയോജിക്കുന്നവർക്ക് നിങ്ങൾക്ക് വിയോജിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായം, സെയിൽസിൽ 15 വർഷം വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഇത് തന്നെയാണ്.